Reserve Bank of India. The Reserve Bank of India Act of 1934 established the Reserve Bank. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 അനുസരിച്ചാണ് റിസർവ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. സിൻസ് ദെൻ റിസർവ് ബാങ്ക്സ് റോൾ ആൻഡ് ഫങ്ഷൻസ് ഹാവ് അണ്ടർഗോൺ ന്യൂമറസ് ചേഞ്ചസ് as the nature of the Indian economy and financial sector changed. റിസർവ് ബാങ്ക്സ് റോൾ ആൻഡ് ഫങ്ഷൻ പിന്നീട് പല മാറ്റങ്ങൾക്ക് വിധേയമായി. as the nature of the Indian economy and financial sector changed. Sterilization by RBI. Intervention by the monetary authority of a country in the money market to keep money supply stable against external shocks such as increasing foreign exchange inflow or outflow is known as sterilization. മോണിറ്ററി അതോറിറ്റിയുടെ ഇൻ്റർവെൻഷൻ ആണ്. അതായത് മണി സപ്ലൈ സ്റ്റേബിൾ ആയിരിക്കാൻ അല്ലെങ്കിൽ മണി മാർക്കറ്റ് സ്റ്റെബിലിറ്റി വരുത്താൻ വേണ്ടി മോണിറ്ററി അതോറിറ്റിയുടെ ഇൻ്റർവെൻഷനാണ് സ്റ്റെറിലൈസേഷൻ ബൈ RBI എന്ന് പറയുന്നത്. അതായത് ഇടയ്ക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ഔട്ട്ഫ്ലോ ഇൻഫ്ലോ ഒക്കെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ മോണിറ്ററി അതോറിറ്റി ഇൻസ്റ്റെബിലിറ്റി വരും. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മോണിറ്ററി അതോറിറ്റി ഇടപെടുന്നു. ഇതിനാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. വെൻ ഫോറിൻ എക്സ്ചേഞ്ച് കംസ് ഇൻ ടു ആൻ ഇക്കോണമി ദ സപ്ലൈ ഓഫ് മണി വിൽ ഇൻക്രീസ്. ഫോറിൻ എക്സ്ചേഞ്ച് ഇക്കോണമിയിലേക്ക് വരുമ്പോൾ സപ്ലൈ ഓഫ് മണി കൂടും. അറ്റ് ദിസ് ടൈം RBI വിൽ എൻഗേജ് ഇൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആൻഡ് വിൽ സെൽ ബോണ്ട് വർത്ത് ദ വാല്യൂ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഇൻഫ്ലോ. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് ഇക്കോണമിയിൽ വരുമ്പോൾ മണി സപ്ലൈ കൂടും. ആ സമയത്ത് RBI ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വഴി ബോണ്ട് സെല്ല് ചെയ്യും. ബോണ്ട് അത്രയും വാല്യൂവിനുള്ള ബോണ്ട് വിൽക്കും. ബോണ്ട് വിൽക്കുമ്പോൾ അത്രയും ഫോറിൻ കറൻസി RBIയുടെ കയ്യിൽ വരും. ദസ് ബൈ ദിസ് പ്രോസസ് RBI will keep the supply of money in the economy constant and control inflation. This process is known as sterilization by RBI. Next is various ratios. Number 1, currency deposit ratio, CDR. Currency deposit ratio, it is a ratio of money held by the public in currency to that they hold in bank deposit. CDR is equal to CD divided by DD. Currency deposit ratio എന്ന് പറയുന്നത് it is the ratio of money held by the public, ആളുകളുടെ കയ്യിലിരുന്ന പൈസ, to that they hold in bank deposit, ബാങ്കിൽ ഉള്ള ഡെപ്പോസിറ്റും, അത് രണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ അല്ലെങ്കിൽ കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ. നെക്സ്റ്റ് ഈസ് റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ, RDR. റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ, ഇറ്റ് ഈസ് എ പ്രപ്പോർഷൻ ഓഫ് ദ ടോട്ടൽ ഡെപ്പോസിറ്റ്സ് കൊമേഴ്സ്യൽ ബാങ്ക് കീപ്പ് അസ് റിസർവ്. RDR എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രപ്പോർഷൻ ഓഫ് ടോട്ടൽ ഡെപ്പോസിറ്റ് കൊമേഴ്സ്യൽ ബാങ്ക് വച്ചിരിക്കുന്ന റിസർവ്, അതിൻ്റെ റേഷ്യോയ്ക്കാണ് RDR എന്ന് പറയുന്നത്. RDR is equal to R divided by DD. DD demand deposit. RDR is equal to R reserve divided by DD. Next is money multiplier. Money multiplier may be defined as a ratio of the stock of money to the stock of high powered money in an economy. Money multiplier is equal to M divided by H. Money multiplier may be defined as the ratio of the stock of money to the stock of high powered money in an economy. Money multiplier is equal to M divided by H. M is equal to stock of money. H എന്ന് പറയുന്നത് stock of high powered money. M stock of money, H stock of high powered money. High powered money എന്താണെന്ന് നമ്മൾ പറഞ്ഞു. Money multiplier M divided by H. M stock of money, H stock of high powered money. Or where equation money multiplier is equal to 1 plus CDR divided by CDR plus RDR. നമ്മൾ CDR RDR നമ്മൾ മുൻപ് കണ്ടു. കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ, റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ. ഇത് മണി മൾട്ടിപ്ലയറിൻ്റെ മറ്റൊരു ഇക്വേഷനാണ്.
Next is repo rate. Repo rate is the rate at which the central bank of a country lends money to commercial bank in the event of any shortfalls of fund. Repo rate is issued by monetary authorities to control inflation. Repo rate എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി, അതായത് ഇന്ത്യയിലെ റിസർവ് ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കിന് എന്തെങ്കിലും ഫണ്ടിന് ഷോർട്ടേജ് വരുമ്പോൾ മണി കൊടുക്കും. അപ്പോൾ റെപ്പോ റേറ്റ് ഈസ് യൂസ്ഡ് ബൈ മോണിറ്ററി അതോറിറ്റി ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. അപ്പോൾ സെൻട്രൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കിന് പൈസ കൊടുക്കുമ്പോൾ ഉള്ള റേറ്റിനാണ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. സോ റെപ്പോ റേറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ മോണിറ്ററി അതോറിറ്റീസ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. പണപ്പെരുപ്പം നിയന്ത്രിക്കാനായിട്ട് റെപ്പോ റേറ്റ് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ഈസ് റിവേഴ്സ് റെപ്പോ റേറ്റ്. റിവേഴ്സ് റെപ്പോ റേറ്റ്, റെപ്പോ റേറ്റിന് നേരെ ഓപ്പോസിറ്റാണ് റിവേഴ്സ് റെപ്പോ റേറ്റ്. റെപ്പോ റേറ്റിൽ എന്താണ്? സെൻട്രൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കിനാണ് ഫണ്ട് കൊടുക്കുന്നത്. റിവേഴ്സ് റെപ്പോ റേറ്റ് ഇസ് എ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി ബോറോസ് മണി ഫ്രം കൊമേഴ്സ്യൽ ബാങ്ക് വിത്തിൻ ദ കൺട്രി. സെൻട്രൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് കടം മേടിക്കുന്നു. അന്നേരം കൊടുക്കുന്ന റേറ്റിനാണ്, ഇൻട്രസ്റ്റ് റേറ്റിനാണ് റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു കൺട്രോൾ ദ മണി സപ്ലൈ ഇൻ ദ കൺട്രി. രാജ്യത്തെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്ന ഒരു മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻ്റ് ആണ് റിവേഴ്സ് റെപ്പോ റേറ്റ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ബോണ്ട് പ്രൈസ്. The relationship between interest rate and bond price is negative. ഇൻട്രസ്റ്റ് റേറ്റും ബോണ്ട് പ്രൈസും നെഗറ്റീവാണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ബോണ്ട് പ്രൈസ് കുറയും, ബോണ്ട് പ്രൈസ് കൂടുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. വെൻ ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഹൈ ദ ബോണ്ട് പ്രൈസ് വിൽ ലോ. മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കുമ്പോൾ ബോണ്ട് പ്രൈസ് കുറവായിരിക്കും. ദെർഫോർ ദർ ഇസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് speculative demand for money. Speculative demand for money can be written as, നമ്മൾ ഈ ഇക്വേഷൻ കണ്ടതാണ്, ആർ മാക്സ് മൈനസ് ആർ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ആർ മിനിമം. ഈ ഇക്വേഷൻ നമ്മൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡിൽ കണ്ടതാണ്. MDS, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇസ് ഈക്വൽ ടു ആർ മാക്സ് മൈനസ് ആർ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ആർ മിനിമം. MDS എന്താണ്? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. വെൻ ആർ ഇസ് ഈക്വൽ ടു ആർ മാക്സിമം, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇസ് ഈക്വൽ ടു ആർ മാക്സ് മൈനസ് ആർ മൈനസ് ആർ മിനിമം. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇസ് ഈക്വൽ ടു 0 ഡിവൈഡഡ് ബൈ ആർ മൈനസ് ആർ മിനിമം. അപ്പോൾ ഇവിടെ വി വിൽ ഹാവ് 2 എക്സ്ട്രീം കണ്ടീഷൻസ്. ഒന്ന്, വെൻ ആർ ഈസ് മിനിമം, വെൻ ആർ ഈസ് മാക്സിമം. വെൻ ആർ മിനിമം ആയിരിക്കുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ആർ മാക്സ് മൈനസ് ആർ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ആർ മിനിമം. ഇവിടെ ആർ മിനിമം ആയിരിക്കുമ്പോൾ ഉള്ളതാണ്. ഇനി വെൻ ആർ ഇസ് ഈക്വൽ ആർ മാക്സിമം റേറ്റ്, ആർ മാക്സിമം ആയിരിക്കുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ആർ മാക്സ് മൈനസ് ആർ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ആർ മിനിമം. അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം ആയിരിക്കുമ്പോൾ 0 ഡിവൈഡഡ് ബൈ ആർ മൈനസ് ആർ മിനിമം ഇസ് ഈക്വൽ ടു 0. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം ആയിരിക്കുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി 0. അതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം ആയിരിക്കുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി 0. അപ്പോൾ എല്ലാവരും പൈസ ബാങ്കിൽ കൊണ്ടിടുകയുള്ളൂ, ആരും പൈസ കയ്യിൽ വെക്കില്ല. കാരണം ബാങ്കിൽ ഇട്ടാൽ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ഇനി മോണിറ്ററി പോളിസി ഓഫ് RBI. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ, ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ഇവിടെ 3 കൊടുത്തിരിക്കുന്നത്. ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ക്യാഷ് റിസർവ് റേഷ്യോ. ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ക്യാഷ് റിസർവ് റേഷ്യോ. ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ക്രെഡിറ്റ് കൺട്രോളോ മാർജിൻ റിക്വയർമെൻറ്റ്, മോറൽ സോഷൻ, ഡയറക്റ്റ് ആക്ഷൻ. ഇത് മൂന്നുമാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ.
Monetary policy of RBI, quantitative instruments. Monetary policy of RBI എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്. എന്തൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്? നമ്പർ 1, ബാങ്ക് റേറ്റ്. ഇറ്റ് റെഫേഴ്സ് ടു ദി റേറ്റ് അറ്റ് വിച്ച് ദ സെൻട്രൽ ബാങ്ക് ലെൻഡ് മണി ടു കൊമേഴ്സ്യൽ ബാങ്ക് ആസ് എ ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട്. Central bank increases the bank rate during inflation and reduces the same in time of deflation. Bank rate കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഇറ്റ് റെഫേഴ്സ് ടു ദ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ലെൻഡ് മണി ടു കൊമേഴ്സ്യൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കിന് കൊടുക്കുന്ന റേറ്റാണ് ആസ് എ ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട്. സെൻട്രൽ ബാങ്ക് ഇൻക്രീസസ് ദ ബാങ്ക് റേറ്റ് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ്റെ സമയത്ത് ബാങ്ക് റേറ്റ് കൂട്ടും. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എക്സസ് ഡിമാൻഡാണ്. ഇനി ഡെഫിഷ്യൻറ്റ് ഡിമാൻഡിൻ്റെ സമയത്തോ റെഡ്യൂസ് ദ സെയിം ഇൻ ടൈംസ് ഓഫ് ഡിഫ്ലേഷൻ. ഡിഫ്ലേഷൻ്റെ സമയത്ത് ബാങ്ക് റേറ്റ് കുറയ്ക്കും. ബാങ്ക് റേറ്റ് കുറയ്ക്കുമ്പോൾ ബാങ്ക് റേറ്റ് കുറയ്ക്കുമ്പോൾ സ്റ്റെബിലിറ്റി വരും. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വില കൂടി നിൽക്കുന്ന സമയം, അതായത് എക്സസ് ഡിമാൻഡ് വരുമ്പോഴാണ് ഇൻഫ്ലേഷൻ വരുന്നത്. ഇനി ഡെഫിഷ്യൻറ്റ് ഡിമാൻഡ് കുറയുമ്പോഴാണ് ഡിഫ്ലേഷൻ വരുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ എക്സസ് ഡിമാൻഡിൻ്റെ സമയത്ത് സെൻട്രൽ ബാങ്ക് ഇൻക്രീസസ് ദ ബാങ്ക് റേറ്റ്. നെക്സ്റ്റ് ഈസ് മോണിറ്ററി പോളിസി ഓഫ് RBI. RBIയുടെ മോണിറ്ററി പോളിസി ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ ബാങ്ക് റേറ്റ് ആയിരുന്നു, സെക്കൻഡ് വൺ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദി ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ ദി സെൻട്രൽ ബാങ്ക് ഫ്രം or to the public and commercial bank. It sells government securities during inflation or excess demand and buys the securities during deflation or deficient demand. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. സെൻട്രൽ ബാങ്ക് ഒന്നുമല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഒന്നുമില്ലെങ്കിൽ സെക്യൂരിറ്റി വാങ്ങിക്കും അല്ലെങ്കിൽ വിൽക്കും. വിൽക്കുന്നത് വാങ്ങിക്കുന്നത് ആർക്കാണ്? പബ്ലിക്കിന് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്ക്സ്. ഇറ്റ് സെൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ ഓർ എക്സസ് ഡിമാൻഡ്. എക്സസ് ഡിമാൻഡിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിൻ്റെ സമയത്ത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിൽക്കും. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിറ്റ് കഴിയുമ്പോൾ എക്സസ് ആയിട്ടുള്ള പണം ബാങ്കിൻ്റെ കയ്യിലേക്ക് പോകും. ആൻഡ് ബൈ സെക്യൂരിറ്റീസ് ഡ്യൂറിങ് ഡിഫ്ലേഷൻ അല്ലെങ്കിൽ ഡെഫിഷ്യൻസ് ഡിമാൻഡിൻ്റെ സമയത്ത് പുറത്തുനിന്ന് സെക്യൂരിറ്റി വാങ്ങിച്ചിട്ട് പൈസ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കും. നെക്സ്റ്റ് ഈസ് മോണിറ്ററി പോളിസി ഓഫ് RBI ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്. ലീഗൽ റിസർവ് റേഷ്യോ. RBI can influence the credit creation power of commercial bank by making changes in cash reserve ratio and statutory liquidity ratio. ലീഗൽ റിസർവ് റേഷ്യോ രണ്ടെണ്ണം ഉണ്ട്. ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദി മിനിമം പെർസെൻറ്റേജ് ഓഫ് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് ടു ബി കെപ്റ്റ് ബൈ കൊമേഴ്സ്യൽ ബാങ്ക് വിത്ത് സെൻട്രൽ ബാങ്ക്. കൊമേഴ്സ്യൽ ബാങ്ക്സ് ഒരു മിനിമം ഡെപ്പോസിറ്റ് സെൻട്രൽ ബാങ്കിൽ വെക്കണം. റിസർവ് ബാങ്ക് ഇൻക്രീസസ് CRR ഡ്യൂറിങ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഈ റിസർവിൻ്റെ റേറ്റ് കൂട്ടും. ഡിഫ്ലേഷൻ്റെ സമയത്ത് ഈ റേറ്റ് കുറയ്ക്കും. ഇനി സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദി മിനിമം പെർസെൻറ്റേജ് ഓഫ് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് വിച്ച് കൊമേഴ്സ്യൽ ബാങ്ക്സ് റിക്വയർ ടു മെയിൻറ്റെയിൻ വിത്ത് ദംസെൽസ്. കൊമേഴ്സ്യൽ ബാങ്ക്സ് തന്നെ അവരുടെ പക്കൽ ഒരു മിനിമം റിസർവ് വെക്കണം. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഈസ് ഇൻക്രീസ്ഡ് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഈ SLR കൂടും, ഡിഫ്ലേഷൻ്റെ സമയത്ത് SLR കുറയ്ക്കും. മോണിറ്ററി പോളിസി ഓഫ് RBI ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്. മാർജിൻ റിക്വയർമെൻറ്റ്സ്. ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എമൗണ്ട് ഓഫ് ലോൺ ആൻഡ് മാർക്കറ്റ് വാല്യൂ. It is the difference between the amount of loan and
market value of the security offered by the borrower against the loan. Margin requirements are increased during inflation and decreased during deflation. ഇതെന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എമൗണ്ട് ഓഫ് ലോൺ ആൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് സെക്യൂരിറ്റി ഓഫേർഡ് ബൈ ദി ബോറോവർ എഗനസ്റ്റ് ദി ലോൺ. ഇപ്പോൾ ഈ പറയുന്ന മാർജിൻ റിക്വയർമെൻറ്റ്സ് ഇൻഫ്ലേഷൻ്റെ സമയത്ത് കൂട്ടുകയും ഡിഫ്ലേഷൻ്റെ സമയത്ത് കുറയ്ക്കുകയും ചെയ്യും. ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എമൗണ്ട് ഓഫ് ലോൺ, ലോണിൻ്റെ എമൗണ്ടും മാർക്കറ്റ് വാല്യൂ ഓഫ് ദ സെക്യൂരിറ്റി ഓഫേർഡ് ബൈ ദി borrower against the loan. Moral suasion. It is a combination of persuasion and pressure that the central bank applies on other bank in order to get them act in a manner in line with its policy. കൃത്യമായിട്ട് അവർ കൊടുക്കുന്ന ഓർഡർ ഫോളോ ചെയ്യണം എന്ന് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കുന്നതാണ് മോറൽ സോഷൻ. Selective credit controls. Central bank give direction to other banks to give or not to give credit for certain purpose to particular sector. അപ്പോൾ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ഡയറക്ഷൻ കൊടുക്കും മറ്റു ബാങ്കുകൾക്ക് ടു ഗീവ് ഓർ നോട്ട് ടു ഗീവ് ക്രെഡിറ്റ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ടറിന് ഒന്നും അല്ലെങ്കിൽ ലോൺ കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കണ്ട എന്നൊക്കെ ചില ഡയറക്ഷൻസ് കൊടുക്കും. ദാറ്റ് ഈസ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ഓക്കെ.